കടുത്ത വേനലിൽ ഉരുകുന്ന കേരളത്തിന് ആശ്വാസമാകേണ്ട വൈദ്യുതി ബോർഡും ബോർഡിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കേണ്ട റെഗുലേറ്ററി കമ്മീഷനും തമ്മിലുള്ള ശീതയുദ്ധം പരസ്യമാകുന്നു. പുറത്തുനിന്നും വൈദ്യുതി വാങ്ങുന്നതിനുള്ള അനുമതി റെഗുലേറ്ററി കമ്മീഷൻ വൈകിപ്പിച്ചതാണ് സംസ്ഥാനത്തെ നിലവിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമെന്ന ആരോപണവുമായി വൈദ്യുതി വകുപ്പ് രംഗത്തെത്തി. തർക്കം രൂക്ഷമായ സാഹചര്യത്തിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇന്ന് റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങളുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കുന്നതിനായി പുറത്തുനിന്ന് 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ അനുമതി തേടിക്കൊണ്ട് ഏപ്രിൽ 8-ാം തീയതിയാണ് KSEB റെഗുലേറ്ററി കമ്മീഷന് അപേക്ഷ സമർപ്പിച്ചത്. എന്നാൽ ഈ അപേക്ഷയിൽ ഉടനടി തീരുമാനമെടുക്കാൻ കമ്മീഷൻ തയ്യാറായില്ല എന്നതാണ് ബോർഡിന്റെ പ്രധാന പരാതി. ഇത്തരത്തിൽ നടപടികൾ വൈകുന്നത് സംസ്ഥാനത്തെ ഊർജ്ജ മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നുവെന്നും ബോർഡ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി റെഗുലേറ്ററി കമ്മീഷനെതിരെ രൂക്ഷമായ പരോക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. KSEB സമർപ്പിക്കുന്ന അപേക്ഷകളിൽ കാലതാമസം വരുത്താതെ തീരുമാനമെടുക്കേണ്ട ഉത്തരവാദിത്തം കമ്മീഷനുണ്ടെന്ന് ഓർമ്മിപ്പിച്ച മന്ത്രി തീരുമാനം വൈകിയതിന്റെ കാരണം കമ്മീഷനോട് തന്നെ ചോദിക്കണമെന്നും വ്യക്തമാക്കി. ബോർഡ് കൃത്യസമയത്ത് തന്നെ ഇടപെട്ടിട്ടുണ്ടെന്നും പുറത്തുനിന്ന് വൈദ്യുതി ലഭിക്കുന്ന പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ സംസ്ഥാനത്ത് ഔദ്യോഗികമായി ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിട്ടില്ലെന്നും എന്നാൽ അമിത ഉപയോഗം മൂലം ട്രാൻസ്ഫോർമറുകൾ ഓവർലോഡ് ആകുന്നത് ചിലയിടങ്ങളിൽ തടസ്സമുണ്ടാക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇൻഡക്ഷൻ കുക്കറുകളുടെ അമിത ഉപയോഗം ഈ ഊർജ്ജ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നതായും അദ്ദേഹം നിരീക്ഷിച്ചു. സംസ്ഥാനം നിലവിൽ നേരിടുന്ന രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിക്ക് പിന്നിൽ പ്രധാനമായും 3 കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പ്രതീക്ഷിച്ച വേനൽ മഴ ലഭിക്കാത്തതും ഡാമുകളിലെ ജലനിരപ്പ് ഗണ്യമായി താഴുന്നതും ആഭ്യന്തര ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിച്ചതാണ് ഇതിൽ ഒന്നാമത്തേത്. കൂടാതെ ചൂട് അസഹനീയമായതോടെ AC, ഫാൻ, ഇൻഡക്ഷൻ കുക്കർ തുടങ്ങിയവയുടെ ഉപയോഗം സർവകാല റെക്കോർഡുകളിൽ എത്തിയത് വൈദ്യുതി ആവശ്യകത വൻതോതിൽ വർദ്ധിപ്പിച്ചു. ഇതിനു പുറമെ KSEBയും റെഗുലേറ്ററി കമ്മീഷനും തമ്മിലുള്ള ഏകോപനമില്ലായ്മയും വിവിധ കരാറുകളിലെ നിയമക്കുരുക്കുകളും വൈദ്യുതി ഇറക്കുമതി ചെയ്യുന്നതിന് തടസ്സമാകുന്നതും ഈ ഊർജ്ജ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നു. റെഗുലേറ്ററി കമ്മീഷനും സർക്കാരും തമ്മിലുള്ള ഈ തർക്കം വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തെളിച്ചേക്കാം. പവർ എക്സ്ചേഞ്ചുകളിൽ നിന്ന് വൈദ്യുതി വാങ്ങാൻ വൈകുന്നത് വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണത്തിന് കാരണമായേക്കുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. മഴ പെയ്യുന്നതുവരെ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോകാതെ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാനാണ് വൈദ്യുതി വകുപ്പിന്റെ ശ്രമം. റെഗുലേറ്ററി കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായ ഭരണപരമായ കാലതാമസം KSEBയെയും അതുവഴി സംസ്ഥാനത്തെ ഉപഭോക്താക്കളെയും വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് തള്ളിയിട്ടിരിക്കുന്നത്. വൈദ്യുതി വാങ്ങാനുള്ള അനുമതി ലഭിക്കുമ്പോഴേക്കും വിപണിയിൽ ഊർജ്ജ ലഭ്യത കുറഞ്ഞത് ബോർഡിന് തിരിച്ചടിയായി. വരും ദിവസങ്ങളിൽ വേനൽ മഴ കനിഞ്ഞില്ലെങ്കിൽ അപ്രഖ്യാപിത പവർ കട്ടുകളിലൂടെയോ ലോഡ് നിയന്ത്രണങ്ങളിലൂടെയോ മാത്രമേ ഈ സാഹചര്യം മറികടക്കാൻ സാധിക്കൂ എന്ന ആശങ്ക ശക്തമാണ്. സർക്കാരും കമ്മീഷനും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിച്ച് ജനങ്ങളെ ഇരുട്ടിലാക്കാത്ത രീതിയിലുള്ള ദ്രുതഗതിയിലുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ അനിവാര്യം.